ഇവിടെ നടക്കുന്നതൊന്നും ശരിയല്ല. ഒക്കെ ശരിയാക്കാം ചെറിയ. നിഷേ, നമുക്ക് ഊണ് കഴിച്ചാലോ? വാ വാ. പറശ്ശിനിക്കടവ് വെച്ച് നോമ്പ് മുറിച്ചായിരുന്നോ ചെറിയ? ഓ, അതിന് മുമ്പേ മുറിഞ്ഞു. നിഷ, കാലങ്ങോട്ട്. ആ, അല്ല, ഇത് നാടൻ കോഴിയാ? ചെറിയച്ചൻ കഴിക്കില്ലായിരുന്നോ? ആര് പറഞ്ഞു കഴിക്കില്ല എന്ന്? ഇട്ടോ ഇട്ടോ. ഞാൻ പറഞ്ഞില്ലേ നിഷേ, കസൂരി മേട്ടിട്ട ചിക്കൻ കറി എന്ന് പറഞ്ഞാ ചെറിയച്ചന് ജീവന. ആ, മീൻകറി വേണ്ടേ ആർക്കും? ഓ, മൊത്തം അമോണിയ. നീ ഇങ്ങോട്ട് ഒഴിക്ക. ചേട്ടന്റെ മുറിയിൽ ചന്ദനത്തിരി കത്തിച്ചോ? അയ്യോ ഇല്ല, പ്രശ്നമായോ? പ്രശ്നമായിട്ടല്ല, ചേട്ടന് ചിക്കന്റെ മണം അടിക്കണ്ടല്ലോ എന്ന് കരുതിയാ. ഓ, അത് ശരിയാ. ചെറിയജാ, എനിക്കൊരു കാര്യം സംസാരിക്കണം എന്നുണ്ടായിരുന്നു. നീ പറയടാ. ആർക്കൊക്കെ എന്തൊക്കെയാന്നുള്ള കാര്യത്തിലൊരു തീരുമാനമാക്കണ്ടേ? അല്ല, നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണ്. മോതിരത്തിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോതിരം എനിക്കുള്ളതാണെന്ന് എല്ലാവരും അംഗീകരിച്ചല്ലേ? ആരംഗീകരിച്ചു? താനും തന്റെ ഭാര്യയും കൂടെ ഒക്കെ പറഞ്ഞാൽ മതിയോ? എന്നോട് ഇമാര് വർത്താനം പറയാൻ നിൽക്കലേന്നാവില്ല. അതിന് മാത്രം നീ വളർന്നിട്ടില്ല. സഹദേവ, തർക്കം നിർത്ത്. നമുക്ക് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീർക്കാം. ഞാനല്ലേ ഇവിടെ ഇരിക്കണേ. ഈ കാര്യത്തിൽ ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല. നിനക്ക് തരാനുള്ളതെല്ലാം അച്ഛൻ തന്നു കഴിഞ്ഞു. ആന ചവിട്ടിച്ചത്ത ധർമ്മേട്ടന് അച്ഛൻ വീടിന്റെ പിന്നിലുള്ള തെങ്ങും പറമ്പ് കൊടുത്തു. ചാവാതെ പുറത്തിരുന്ന് തിന്നുന്നതിന് അച്ഛൻ ആനയെ കൊടുത്തു. നിനക്ക് പൈസ തന്നു. അർജുനന് വീട് കൊടുത്തു. ഞങ്ങൾക്ക് എന്ത് തന്നു? ആർക്കും വേണ്ടാത്ത ഒരു ചെളിപ്പറമ്പ്. അവിടെ ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുക. ഞങ്ങൾ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഈ വീട്ടിലെ മൂത്ത അങ്ങാട്ടും എല്ലാം സഹിച്ച് കഴിയുക. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കിരുന്ന് പൊട്ടി കരഞ്ഞിട്ടുണ്ട്, അറിയോ? എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഞാൻ തല ഒരുക്കി. പറമ്പിൽ പോയി 4 കിള കളച്ചിട്ടുണ്ടെങ്കിലേ അവിടെ പൊന്നെ വളഞ്ഞേനെ, അറിയോ? ഓനെ തന്ന കണക്കൊന്നും പറയണ്ട. ആന പോലും ആഫ്രിക്കൻ ആനയായോണ്ട് ആരും അമ്പലത്തിൽ കയറ്റൂല. പിന്നെ കൂപ്പിലെ പണിക്ക് കൊണ്ടോന്ന് വെച്ചാ അതിന് ഇംഗ്ലീഷല്ലേ അറിയൂ. പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നു. നീ എന്നെ പഠിപ്പിക്കണ്ട. അച്ഛന്റെ മുതലാണ് കാര്യമെങ്കിൽ അതെല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാ. അച്ഛന്റെ മുതൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതിന് മൂത്താൻകുടിയിലെ ആരുടെയും അഭിപ്രായം ആവശ്യമില്ല. എന്താ ഏട്ടാ ഇത്? അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞു കേട്ടില്ലേ? അവൻ പറഞ്ഞ വാക്ക് കേട്ടാ ചെറിയച്ച. അമ്മ രണ്ടാണെങ്കിലും നിന്റെ എന്നെ അച്ഛനൊന്നുമില്ലടാ. സ്വന്തം പറമ്പ് വിറ്റ് ആ പൈസ കൊണ്ട് വെള്ളം അടിച്ച് അതേ പറമ്പിലെ തേങ്ങ മോഷ്ടിച്ച് ആ പൈസ കൊണ്ട് വെള്ളം അടിച്ച് കിടക്കണ തന്റെ തലയടിച്ച് പൊട്ടിക്കാണ് വേണ്ടത്. സോറി, പറഞ്ഞു പോയി. എൻ്റെ വിഷമം ഇങ്ങനെ വന്നപ്പോ. അത് ശരി, നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ? ഈ സകല കുത്തിത്തിരിപ്പിന്റെ ആണിക്കല്ലിവനാ. നിന്നെ ഞാനുണ്ടല്ലോ. എടാ ഭീമ, നീ ഒന്ന് സമാധാനപ്പെടുക. എടാ, നിന്റെയൊക്കെ എത്ര തീട്ടവും മൂത്രവും കോരിയവനാ ഞാൻ. കോരി കോരി കോരി. താൻ ബക്കറ്റിൽ കുറച്ച് തൂറിക്കൊണ്ടുവാ, ഞാൻ കോരി കളഞ്ഞോളാം. വൃത്തിയുടെ പറയുന്നതിനൊരു അതിരില്ലേ? തീട്ടത്തിന്റെ മൂത്രത്തിന്റെ കണക്ക് പറയല്ലേ മക്കളെ. അതെ, വീണ്ടും എല്ലാത്തിനും കാണിച്ചു തരാടാ. ഭീമ, എടാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഓ, എന്താ പരിഹാരം? ഒരു പരിഹാരവും ഇല്ല, വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. ഊണ് കഴിക്കുമ്പോഴാണ് വിസർജ്യത്തിന്റെ കണക്കുകൾ പറയുന്നത്. പക്ഷേ